ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബോട്ടിലിൽ ബേസ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇനാമൽ പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു യെല്ലോ കളറാണ്. അപ്പോൾ ഇനാമൽ പെയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വീടിൻ്റെ ഗേറ്റിനും ജനലിനൊക്കെ അടിക്കുന്ന ഒരു പെയിൻ്റാണ്. അപ്പോൾ ഒരു കോട്ട് അടിക്കുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ആക്രിലിക് പെയിൻറ്റിനേക്കാൾ നല്ല ലാഭമാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിട്ടിടാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇയർബഡ്സ് ആണ്. അപ്പോൾ ഇത് ഒരുപാട് ക്വാളിറ്റിയുള്ള ടൈപ്പ് അല്ല, നല്ല വില കുറഞ്ഞിട്ടുള്ള ടൈപ്പാണ്. ഇപ്പോൾ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു പാക്കറ്റിന് 10 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പിങ്ക് ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഓരോ ബഡ്സും ഇങ്ങനെ ഈ ഒരു പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആക്കാൻ വെക്കുകയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ കഴിയാനായി പോയിട്ടുള്ള പെയിൻറ്റിൻ്റെ ഉണ്ടാവില്ല ഒരു ബോട്ടിൽ, അപ്പോൾ അതിലേക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അധികം പെയിൻ്റ് ഒന്നും ആവില്ല. കാരണം കോട്ടൺ ബഡ്സ് ആയതുകൊണ്ട് തന്നെ പെയിൻറ്റ് ഒരുപാട് ഇങ്ങനെ അബ്സോർബ് ആവും. അപ്പോൾ നേരിട്ട് നമ്മൾ ആക്രിലിക് പെയിൻറ്റിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പെയിൻ്റ് ആവും. അപ്പോൾ അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ കളറൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചധികം തന്നെ ഇയർബഡ്സ് രണ്ട് സൈഡിലൊന്നും ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ടൊന്നും ഇങ്ങനെ ഡ്രൈ ആക്കാൻ വെക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ ഒരു പിങ്ക് കളർ കുറച്ചധികം തന്നെ പെയിൻറ്റ് ചെയ്തിട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ കുറച്ച് ഇയർബഡ്സ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഗ്രീൻ കളർ പെയിൻറ്റ് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഡാർക്ക് ഗ്രീൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ സാബ് ഗ്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഡാർക്ക് ഗ്രീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് റെഡ് കളറും കുറച്ച് പിങ്ക് കളറൊക്കെ പെയിൻറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇയർബഡ്സിൻ്റെ ആ ഒരു പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം മാത്രം ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഭാഗം വേണ്ട, ആ ഒരു ബഡ്സിൻ്റെ ആ ഒരു ഭാഗം മാത്രം ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ബഡ്സും ഇങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റെഡ് കളറും ഗ്രീൻ കളറൊക്കെ ഒന്ന് വേറെ വേറെ ആക്കി വെക്കാൻ കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ഈ ബാലൻസ് വന്നിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പൈപ്പ് പോലുള്ള ഭാഗമില്ല, അപ്പോൾ അത് കളയണ്ട കേട്ടോ. നമുക്ക് അത് വെച്ചിട്ട് ഉടനെ തന്നെ ഒരു ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളതും കുറേ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളർ ക്രേ പേപ്പറാണ്. എന്നിട്ട് അത് റോൾ ചെയ്തിട്ട് ഇങ്ങനെ ത്രെഡ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫെവിക്കോൾ വരെ യൂസ് ചെയ്യാതെ അതെങ്ങനെയാണ് റോൾ ചെയ്യണമെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്കൊന്ന് ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്നിങ്ങനെ ബോട്ടിലേക്കൊന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കുറച്ചൊന്നിങ്ങനെ ഒരു സ്റ്റെമ്മ് പോലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്രേ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഫെവിക്കോൾ കൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് ഭയങ്കര സിമ്പിളാണ്. ഈ ഒരു ക്രേ പേപ്പർ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കഴിഞ്ഞാൽ കീറി പോകുന്നില്ല, നല്ലൊരു ഉറപ്പിൽ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഗ്രീൻ കളർ ആയതുകൊണ്ട് തന്നെ. നമ്മൾ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ സ്റ്റെമ്മ് പോലെ റോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഫെവിക്കോളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഗ്രീൻ കളർ ആക്രിലിക് പെയിൻ്റ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ അങ്ങനത്തെ ഒരു ചിലവൊന്നും വരുന്നില്ല. അങ്ങനെ ഞാൻ ആ ഒരു ബോട്ടിൽ ഇങ്ങനെ കുറച്ചധികം തന്നെ ആ ഒരു സ്റ്റെമ്മ് പോലെയൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് എക്സ്ട്രാ വരുന്ന ആ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ഓരോ സ്റ്റെമ്മിൻ്റെ ടിപ്പിലായിട്ട് ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു റെഡ് കളർ ഇയർബഡ്സ് ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ അതിൽ ആ ഒരു ഇയർബഡ്സ് എടുത്തിട്ട് ഇങ്ങനെ ആ ഒരു ബൾബ് പോലുള്ള ഒരു ഭാഗം ഇങ്ങനെ താഴോട്ട് ഹാങ് ചെയ്യുന്ന രീതിയിൽ ഒട്ടിക്കാൻ കേട്ടോ. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മളിങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഏകദേശം ഒരേ ലെങ്ത്ത് ഉള്ളത് നോക്കിയിട്ട് നമ്മൾ രണ്ട് സൈഡിൽ ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു യൂണിഫോമിറ്റി ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ചൊക്കെ ഒരു ലെങ്ത്ത് കൂടിയും കുറഞ്ഞൊക്കെ വരുമല്ലോ. അപ്പോൾ അത് നോക്കി നമ്മളൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഇയർബഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ ഫ്ലവർ ഇവിടെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. നമ്മളൊരു 7 ബഡ്സ് യൂസ് ചെയ്തിട്ടാണ് ആദ്യത്തെ ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാ ഒരു സ്റ്റെമ്മിനും ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു വലിയൊരു ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 9 എണ്ണമൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുക. ഇനി അതല്ല കുറച്ച് ചെറുത് മതി എന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണം വെച്ചിട്ട് ചെയ്താലും ഒരു ഫ്ലവറിൻ്റെ ലുക്കിലൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മളെ കയ്യിൽ എത്ര ബഡ്സാണുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ചധികം ഇങ്ങനെ സ്റ്റെമ്മും ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗ്രീൻ കളർ ബഡ്സ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവർ ബഞ്ചിന് നമുക്കിങ്ങനെ ലീഫ് പോലെ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ എവിടെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് അടുത്തടുത്തായിട്ട് ഒട്ടിക്കുന്നില്ല, ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ കുറച്ച് വിട്ട് ഇങ്ങനെ ഓരോന്നായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് ലീഫൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കുന്ന പോലെ തോന്നുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഒരു ഫ്ലവറും കൂടെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ 1-2 ലീഫും കൂടെ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതായാലും കുറച്ച് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തത് ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള ഒരു ബഡ്സിൻ്റെ ഒരു ഇതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ ആ ഒരു ഡിസൈനും അതുപോലെ ഫ്ലവേഴ്സിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സും സ്റ്റെമ്മും അതുപോലെ ആ ഒരു ലീഫൊക്കെ ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ സാബ് ഗ്രീൻ ഉപയോഗിച്ചിട്ട് ബോട്ടിലിൽ ആ ഒരു താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഗ്രാസിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് തന്നെ. അപ്പോൾ അധികം ഗ്രാസ് പോലെ ഒന്നും ഇങ്ങനെ ചെയ്തെടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ഫെൻസ് പോലൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് പിന്നെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രാസ് പോലൊക്കെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനപ്പോൾ അത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ.
അങ്ങനെ നമ്മൾ ആ ഒരു ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ, റെഡ് കളറും ഗ്രീൻ കളറൊക്കെ ആയിട്ട്. പിന്നെ ആ ഒരു ബോട്ടിലെ നെക്കിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ബോട്ടിൽ ഇത് ബിയർ ബോട്ടിലാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ടാവും മേലെ. അപ്പോൾ അത് സാധാരണ ഇങ്ങനെ പൊളിച്ച് കളഞ്ഞിട്ട് പോവാറുണ്ട് കേട്ടോ. അപ്പോൾ 1-2 ബോട്ടിലെ ചിലത് ഇങ്ങനെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ മേലെ തന്നെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇപ്പം ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് ആ ഒരു പൊങ്ങിയിരിക്കുന്ന കാണാം ആ ഒരു സ്റ്റിക്കറിൻ്റെ അവിടെ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ നെക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ വേറായിട്ട് കിടക്കില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു സാറ്റിൻ്റെ റിബൺ ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു റെഡ് കളർ വെച്ചിട്ട് സിമ്പിളായിട്ടൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബോ പോലെയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു റെഡ് കളറും ഗ്രീനൊക്കെ വന്ന സമയത്ത് നല്ലൊരു ഭംഗിയുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് യെല്ലോ കളറിന് പകരം വൈറ്റ് കളർ ചെയ്തെടുത്താലും നല്ലൊരു ഭംഗിയുണ്ടാവും. ഇയർബഡ്സ് വെച്ചിട്ട് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുമെന്ന് എനിക്ക് കുറേ ആയിട്ട് ഇങ്ങനെ കമൻറ്റ് വരുന്നുണ്ടായിരുന്നു. ഞാൻ ഇയർബഡ്സ് വെച്ചിട്ട് ഇങ്ങനെ 1-2 ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫ്ലവർ ബഞ്ചാണ്, അതുപോലെ തന്നെ ഒരു ക്രിസ്മസിൻ്റെ ഒരു ക്രാഫ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ബോട്ടിലാട്ടൊക്കെ കാണുന്നത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് പോലെ ഒട്ടിച്ചിട്ട് ഒരു ഫ്ലവർ പോലെ ചെയ്തിട്ടുള്ള ബോട്ടിലാട്ടാണ്. അപ്പോൾ ഇതങ്ങനെ ഒന്നുമല്ല, ഭയങ്കര സിമ്പിളായിട്ട് നല്ലൊരു ഭംഗിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബോട്ടിലാട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഹായ് പറയാനുള്ളവരുടെ പേരൊന്ന് നോക്കാം. മീനാക്ഷി, ഇഡ മറിയം ജേക്കബ്, മൂസിന, മിൻഹാജ്, മിനാജ്, അച്ചു, തീർത്ഥ ബാബു, ആര്യ, നന്ദന, ഷംസിത, അഞ്ജലി, മെയ് 19th ബർത്ത്ഡേ ആഘോഷിക്കുന്ന സുരേഷിനും എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.